അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിറ്റി ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8 തീയതി വ്യാഴാഴ്ച. നമ്മളിപ്പം കറൻ്റ് ഉള്ളത് സ്പിറ്റി വാലിയിലാണ്, കസ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായപ്പം കസയിലെത്തി. നമ്മൾ ചിച്ചാം ബ്രിഡ്ജ്, കീ മൊണാസ്ട്രിയുടെ അടുത്തോട്ടൊക്കെ പോയി. കീ മൊണാസ്ട്രി നമ്മൾ കവർ ചെയ്തു. ചിച്ചാം ബ്രിഡ്ജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് ഐസ് കാരണം വണ്ടിയിലെ ചെയിനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല കറക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചെയിൻ ഇടുമെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിച്ചാം ബ്രിഡ്ജ് പോകും, ഏഷ്യയിൽ ഹയസ്റ്റ് ബ്രിഡ്ജ്. അതുപോലെ തന്നെ കോമിക്കിലേക്ക് പോകുന്നുണ്ട്, ഹിക്കിമിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ലാങ്സയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ടയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പോകുന്നതെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്. 4000 സംതിങ് മീറ്റർ ഉയരത്തിലധികമുള്ള സ്ഥലങ്ങളൊക്കെയാണെല്ലാം. അപ്പോൾ വണ്ടിയിൽ ചെയിൻ നല്ലവണ്ണം വർക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റൂ. കാരണം നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേഹങ്ങളൊക്കെ നട്ടില്ലേ സ്നോയൊക്കെ. അപ്പം ഈ സ്നോയൊക്കെ ഇപ്പം കറൻ്റ് മെൽട്ടായിട്ട് കുറേയൊക്കെ ബ്ലാക്ക് ഐസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ട്രാവലറിലൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 8-8:30 ആവുന്നു, റെഡിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ രാവിലെ ഞാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, വേറെ ആരും വന്നിട്ടില്ല. എല്ലാവരും നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇത് നല്ല ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു നെരിപ്പോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ചൂടായിട്ട് സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഏതാണ്ടൊരു 2 മണിക്കൂറോളം എടുത്തു കേട്ടോ വണ്ടി സ്റ്റാർട്ടാവാനായിട്ട്. സമയം ഇപ്പം 11:30 മണിയായി. 9-10 മണി തൊട്ട് ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഡീസൽ വണ്ടി ഈ ഒരു ലോവർ ടെമ്പറേച്ചറിൽ പോകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവസാനം ചൂടുവെള്ളം ഒഴിക്കുന്നു, മറ്റേ സോളാർ വെച്ച് ചാർജ് ആക്കുന്നു, അടിയിൽ തീയിടുന്നു എന്നുകൊണ്ട് ജാതി പരിപാടിയായിരുന്നു. ആൻഡ് ഫൈനലി എന്തായാലും ചാർജ് ആയിട്ടുണ്ട്. നല്ല സണ്ണിയാണ് കേട്ടോ രാവിലെ. കസയിലെ ഡീസലിൻ്റെ പ്രൈസാണ് കേട്ടോ. XPM നോർമലായിട്ടുള്ളത് 92,107. അപ്പോൾ നമ്മളിവിടെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ കസയിൽ. വെയിറ്റിംഗ്. അപ്പോൾ അതേ നമ്മൾ ലാങ്സെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ ഒരു ബുദ്ധപ്രതിമയാണ്. സ്പിറ്റി വാലിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധപ്രതിമ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലാങ്സ വാലി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കിട്ടില്ലൻ കണ്ടില്ലേ, ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ബുദ്ധപ്രതിമ. അപ്പോൾ നമ്മൾ ഇപ്പം അതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ലാങ്സയിലെ ബുദ്ധപ്രതിമ. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, ഫുൾ വാലി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബുദ്ധ സ്റ്റാച്യു ഓഫ് ലാങ്സ. 35 അടി ഉയരത്തിലാണ്, 35 അടി ഉയരത്തിലുള്ള ഒരു ബുദ്ധ സ്റ്റാച്യു ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ദേ ഇവിടെ നിന്നുള്ള ഒരു വാലിയുടെ വ്യൂ ആണ്. ദേ ഉണ്ടല്ലേ, കിട്ടില്ല. അപ്പോൾ നമ്മളിതേ നമ്മുടെ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാങ്സ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ കോമിക്കല്ല വേറൊരു സ്ഥലത്തോട്ട് പോകും. അതവിടെ ചെന്നിട്ട് ഞാൻ മറന്നുപോയി. അത്
ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോർ റോഡബിൾ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അതാണ് നമ്മളിനിയിപ്പം കവർ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പം കോമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡാണ്. അതായത് റോഡ് ആക്സസ് ഉള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജാണ് ഈ ഒരു കോമിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡ്. ആ ഒരു വില്ലേജാണ് ഇതേ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വില്ലേജാണ്, ചുറ്റിനും മൗണ്ടൻസ് ആണ് കേട്ടോ. ചുറ്റിനും മൗണ്ടൻസ്, ചെറിയൊരു എന്താ പറയുക, എന്താ ഇതിൻ്റെ പേര്, മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട എന്തേ വിഷയം. ആൻഡ് ഇറ്റ്സ് മീ. അപ്പോൾ കോമിക്ക് വില്ലേജിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇതേ കണ്ടല്ലോ. ഇവിടെ കുറേ മൊണാസ്ട്രിയിലുള്ള ലാമമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിക്കോ. അപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതേ നമ്മുടെ വണ്ടി കിടക്കുന്നു. വണ്ടിയുടെ ഫ്രണ്ട് എന്ത് ചെറുതായിട്ടൊന്ന് തട്ടി കേട്ടോ, സ്ലിപ്പായിട്ട് പോയിട്ട് ഫ്രണ്ട് ഇതേ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം. സൂപ്പർ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, ഫുള്ള് കിട്ടില്ല, ഒരു രക്ഷയില്ല. അടിപൊളി. അപ്പോൾ കോമിക്ക് വില്ലേജിൽ നിന്ന് നമ്മളിത് ഇപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഹിക്കിമിലേക്ക് പോവുകയാണ്. ഹിക്കിം എന്ന് പറയുന്നത് വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വേറെ ഒരു വണ്ടി നമ്മുടെ പറയിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് ഫൈനലി നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഹിക്കിം പോസ്റ്റ് ഓഫീസ്. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോസ്റ്റ് കാർഡ്, ബാക്കി സംഭവങ്ങൾ, അത്യാവശ്യം മാഗി സംഭവങ്ങളൊക്കെ കിട്ടും. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുകളിലോട്ട് പോയിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെൽക്കം ടു ഹിക്കിം വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. അതേ കണ്ടില്ല, ആ ഒരു പോസ്റ്റ് പെട്ടിയുടെ അതേ മാതൃകയിലാണ് അവർ ആക്ച്വലി ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ഹിക്കിം വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, 10 തൊട്ട് 1 വരെ, 2 തൊട്ട് 4 വരെ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നു. ഹിക്കിം ദ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ദ വേൾഡ്. 4440 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഒരു രക്ഷയില്ല. ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച നോക്കിക്കേ. എൻ്റെ മോനെ, ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് ഇല്ലൻ്റ് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാം, ഇവിടെ നിന്ന് പോസ്റ്റ് കാർഡ് കിട്ടും. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു വൈബുണ്ട്. എനിക്ക് ചുറ്റുമുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിക്കേ, ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ്, അത് തേടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു, പോസ്റ്റ് കാർഡുകൾ പേ ചെയ്യുന്നു. നാട്ടിൽ നിന്ന് നമുക്ക് ഇൻ്റല്ലോ ലെറ്ററുകളോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. അത് നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടുന്ന് കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്. നാട്ടിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കിട്ടിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇവിടെ നല്ല രീതിയിൽ അതിൻ്റെ ബിസിനസ്സും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പോസ്റ്റ് കാർഡ് വാങ്ങുന്നുണ്ട്, ഇൻലൻഡ് വാങ്ങുന്നുണ്ട്, പിന്നെന്താ പറയുക, സ്റ്റാമ്പ് വാങ്ങുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തൊട്ട് തുടങ്ങിയ ഒരു പോസ്റ്റ് ഓഫീസ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടില്ലേ, നല്ലൊരു വൈബാണ് കേട്ടോ. ഒറ്റയ്ക്കൊരു പോസ്റ്റ് ഓഫീസ് ഈ ഒരു മഞ്ഞിൻ്റെ മുകളിലായിട്ട്, ഒരു രക്ഷയില്ല. വൈബ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പിറ്റിയുടെ പല ബ്രൗഷേഴ്സ്, സാധനങ്ങൾ, അതിനുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോകാം. സ്പിറ്റിയുടെ സംഭവം കണ്ടില്ലേ, സ്പിറ്റി വാലി. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് എന്താ പറയുക, പോസ്റ്റ് ഓഫീസിലോട്ട് ഉള്ള
ഐറ്റംസ് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഹേ ആൻഡ് പോസ്റ്റ് ഓഫീസ്. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കാസയിൽ എത്തിയിട്ടുണ്ട്. കാസ മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നതെന്നാണ് പറയുന്നത്. മാർക്കറ്റെന്നൊന്നും പറയാനില്ല, ഒരു 2-3 കടകൾ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കുണ്ട്. അതാണ് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ സംഭവം വിൻ്റർ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും ക്ലോസ് ചെയ്തിട്ട് താഴെ ഷിംലയിലോട്ട് പോയാണ് താമസം. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു സമയത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പം വളരെ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് കാസ ഐറ്റംസ് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലോട്ടൊക്കെ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെ എന്തൊക്കെയോ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പേര് എന്തൊക്കെയോ ഇന്ന് വാങ്ങുന്നുണ്ട്. ബാക്കി ഇതാണ് മാർക്കറ്റ്. പച്ചക്കറിക്കട, ആ കട, ഈ കട, ബിയർ ആൻഡ് വൈൻ ഷോപ്പ്. ശരി, ഇവിടെ കസയുടെ മാർക്കറ്റിൽ നമ്മൾ വന്നപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂവനീഴ്സ്, വിൻ്ററിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടും. അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂവനീഴ്സ് കാര്യങ്ങൾ ഐറ്റംസ് കണ്ടില്ലേ, സ്പിറ്റി വാലിയുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കാൻ കേട്ടോ. ഒരു പോസ്റ്റ് കാർഡ് കാര്യങ്ങളൊക്കെ, കണ്ണാടി ഐറ്റംസ് ഒക്കെ ഉണ്ട്, വലിയ ഫ്ലാസ്കുകൾ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കസയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പിറ്റി വാലിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇന്നലെയും ഇന്നും നമ്മൾ കസയിലായിരുന്നു, സ്പിറ്റി വാലി ആയിരുന്നു. നമ്മൾ ആക്ച്വലി ചിച്ചാൻ ബ്രിഡ്ജ് പോകാൻ പറ്റിയില്ല. ബാക്കി യൂഷ്വലായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ റിട്ടേൺ പോവുകയാണ്. നാളെ നമ്മൾ നേരെ കസയിൽ നിന്ന് തിരിച്ച് കൽപ്പയിലേക്ക് പോവുകയാണ്. കൽപ്പയിലാണ് നാളെ സ്റ്റേ, മറ്റന്നാൾ ഷിംലയിലേക്ക്, പിന്നെ ഡൽഹി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ എപ്പിസോഡിൽ വൈൻഡപ്പ് ആക്കാം. അപ്പം നാളെ ഇനിയിപ്പം കസയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ കൽപ്പ വരെ പോകുന്നു. അതിനിടയ്ക്കുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. തുടർന്ന് അങ്ങോട്ടുള്ള മടക്ക യാത്രയിലെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.